എങ്ങനെയായാലും ഐൽസ് അല്ലെങ്കിൽ സെൽഫിപ്പിൻ്റെ സ്കോർ കൂട്ടുക. അപ്പോൾ ഞാൻ പോലും പല കാര്യങ്ങളും മിസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിനിമം 1 ഇയർ കനേഡിയൻ എക്സ്പീരിയൻസ് വേണം. അതുപോലെ തന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ടോമാണ്, നമ്മുടെ കൂടെയുള്ള ജോഡിയുടെ അനിയൻ. എല്ലാവർക്കും നമസ്കാരം. ശ്രീഗണേശൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഏതാണ്ടൊരു 3 ആഴ്ചയൊക്കെ മുന്നേ ആയിരുന്നു ഞാനിതിന് ലാസ്റ്റത്തെ ഒരു വീഡിയോ ഇട്ടത്. അതും PR-ഉമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ PR-ലേക്കുള്ള ദൂരം കുറച്ച് കുറഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് മറ്റൊന്നുമല്ല, നമ്മുടെ CC കാറ്റഗറിയിൽ, അതായത് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് കാറ്റഗറിയിൽ ലാസ്റ്റ് ഒരു കോൾ വന്നത്, കുറേ കാലമായിട്ട് അതിൻ്റെ കോൾ ഇല്ലായിരുന്നു. ഓക്കെ, ലാസ്റ്റ് ഒരു കോൾ വന്നത് മെയ് 31-നായിരുന്നു. അന്ന് ഏതാണ്ട് 3000 പേരെയാണ് വിളിച്ചിരുന്നത്. അതും ഒരു 522 സ്കോറിലാണ്. എന്നാൽ പിന്നെ ഇപ്പം ജൂലൈ 17-ന് വിളിച്ചിട്ടുണ്ട്. ജൂലൈ 17-ന് വിളിച്ചേക്കുന്നത് 515 പോയിൻറ്റിലും എത്തി. അതുപോലെ തന്നെ 6000 പേരെ വിളിക്കുകയും ചെയ്തു. അപ്പോൾ 6000 സ്കോർ വിളിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ അത്രയും ആൾക്കാരുണ്ട് ആ പോയിൻറ്റിലുള്ള. ഓക്കെ, അപ്പം 522-ൽ നിന്ന് 515 ആകുമ്പം അത് നമുക്കൊരു പരിധി കഴിഞ്ഞിട്ടുള്ളൊരു സ്കോറാണെങ്കിൽ അത് ഭയങ്കര വ്യത്യാസമാണ് ഓരോ പോയിൻറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ 522 515 എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന സാധനം ഇപ്പോൾ നോർമൽ എക്സ്പ്രസ് എൻട്രി വരുമ്പോഴത്തേക്കും നമുക്ക് എവിടെ നിന്നുള്ള ആൾക്കാർക്കും, ഇപ്പം വേറെ നാട്ടിൽ നിന്നുള്ള ആൾക്കാർക്കും വേറെ രാജ്യത്തുള്ള ആൾക്കാർക്കും അവർക്ക് പോയിൻ്റ് ഉണ്ട്, സ്കോറുണ്ട്, IELTS നല്ലപോലെ അവിടുത്തെ പഠിച്ചത് എക്സ്പീരിയൻസും ഒക്കെ വെച്ച് ഡയറക്റ്റ് PR എടുത്ത് വേണേൽ വരാം. ഇതെന്ന് പറയുന്നത് കാനഡയിൽ പഠിച്ച് അല്ലെങ്കിൽ കാനഡയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമാണ് ഇതുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് തന്നെ മിനിമം 1 ഇയർ കനേഡിയൻ എക്സ്പീരിയൻസ് വേണം. അതിപ്പോൾ എത്ര ഇതാണല്ലോ, ലാസ്റ്റ് എന്നാണോ അപ്ലൈ ചെയ്യുന്നത് അതിന് മുന്നത്തെ ലാസ്റ്റ് 3 വർഷത്തിനുള്ള ഉള്ളിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ. അപ്പം എക്സ്പീരിയൻസ് ക്ലാസ്സിൽ വിളി വന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് കാനഡയിൽ ജോലി ചെയ്തിട്ടുള്ളവർക്ക് മാത്രം PR കിട്ടാനുള്ള ഒരു ഓപ്ഷൻ. അപ്പം ഇവിടെ അപ്പോൾ അത്രയും സ്റ്റുഡൻസ് ഉണ്ട്. അത്രയും സ്റ്റുഡൻസിൽ നിന്ന് തന്നെ ഒരു 6000 പേർക്കോളം അപ്പോൾ PR-നുള്ള ഒരു വന്നിട്ടുണ്ട്. അപ്പം പറയുകയാണെങ്കിൽ ഈ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ ഇങ്ങനെ ഒരു 515-ലേക്ക് വന്നു, പിന്നെ അത് കുറഞ്ഞ് ഒരു 500-ലേക്കൊക്കെ എത്തുന്ന ഒരു സമയം വരുമ്പം പലർക്കും PR കിട്ടും. ഇത്രയും ഈ ഒരു ടെൻഷൻ അടിച്ച് നിൽക്കുന്ന പരിപാടി ഇച്ചിരി കുറയും എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്കിപ്പോൾ ഇപ്പം നമ്മുടെ തന്നെ സുഹൃത്തുക്കൾ കുറേ പേര് ഇന്നിപ്പോൾ ജോലിക്കിടയ്ക്ക് പലരുടെയും സ്റ്റോറിയും അതും ഇതൊക്കെ ഉണ്ട്. അതായത് ഒരുപാട് പേർക്ക് ഇൻവിറ്റേഷൻ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അത്രയും പോയിൻ്റ് ആയതിൻ്റെ കാര്യം ഈ പറഞ്ഞ പോലെ 3 വർഷം എക്സ്പീരിയൻസ് ആയി കാണും ചിലപ്പം, അല്ലെങ്കിൽ 2 വർഷം എക്സ്പീരിയൻസ് ആയി കാണും. വീണ്ടും സ്കോർ കുറവായതുകൊണ്ട് IELTS അല്ലെങ്കിൽ സെൽഫിപ്പ് വീണ്ടും എഴുതിയിട്ട് സ്കോർ കയറ്റി വെച്ചിട്ടുണ്ടാവും. നേരെ ഒരു തവണ എഴുതുന്നു, എക്സ്പീരിയൻസ് ആവുന്നു, അതും വെക്കുന്നു, PR ആവുന്നു, ആ പരിപാടിയായിരുന്നു. അപ്പോൾ ഇപ്പം മാക്സിമം പ്രിപ്പയർ ചെയ്ത് എല്ലാവരും സ്കോർ കൂട്ടി വെക്കാനുള്ള പരിപാടികളൊക്കെയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഒന്ന്, നമ്മൾ മുന്നത്തെ വീഡിയോയിലടക്കം, അതായത് ഒരു 3 ആഴ്ച മുന്നേ ഇട്ട വീഡിയോയിലടക്കം പറഞ്ഞിരുന്നത് അത്രയും പോയിൻ്റ് ഉള്ള കൊണ്ട് കുറച്ച് പാടാണ് PR കിട്ടാനുള്ള കാര്യം. അപ്പം അതിലൊരു ആശ്വാസം വന്നപ്പോൾ അത് അറിയിക്കുക എന്നുള്ളൊരു പരിപാടിയായിട്ടാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻ്റ് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തു വെക്കുക. ഇപ്പം സെൽഫിപ്പ് അല്ലെങ്കിൽ IELTS പോലുള്ള സാധനം എഴുതി ക്ലിയർ ചെയ്ത് വെക്കുക. അതിൻ്റെ ഒരു സ്കോർ നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ഞാൻ പറയുന്നൊരു കാര്യം, നമുക്ക് B ലെവൽ ജോലിയിൽ കയറാൻ പറ്റുമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കയറുക. ഇപ്പം വർക്ക് പെർമിറ്റായിട്ട് നമുക്ക് നോക്കാം, കുറച്ച് കഴിയട്ടെ, ഇപ്പം ഇങ്ങനെ പോട്ടെ, പുതിയൊരു ജോലിക്ക് വേണ്ടി നിന്നാൽ ടാസ്ക് ആയിരിക്കും, അങ്ങനത്തെ ഒരു പരിപാടി വെച്ച് പോകുന്നവർക്ക് ഈ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ കോൾ വരുമ്പം അതിൻ്റെ അകത്ത് മിനിമം ക്രൈറ്റീരിയ ആണ് 1 ഇയർ B ലെവൽ എന്നുള്ളൊരു സാധനം. അപ്പം അതില്ലാതെ ആയിപ്പോവും. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ എല്ലാവരും നല്ല ശ്രദ്ധ പുലർത്തുക. അതുപോലെ IELTSൻ്റെ സ്കോർ അല്ലെങ്കിൽ സെൽഫിപ്പ് എക്സാം ഏതാണെന്ന് വെച്ചാൽ ഉടനെ തന്നെ എഴുതി ക്ലിയർ ചെയ്യുക. ഓക്കെ, അപ്പം മിനിമം 1 ഇയർ ആയവർ എത്രയും പെട്ടെന്ന് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിടുക. പിന്നെ അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക, സ്കോർ കൂട്ടാൻ വേണ്ടി. അത്രയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഡ്രോയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തരാൻ പറ്റുന്ന ഒരു അഡ്വൈസ്. അതുപോലെ തന്നെ ഈ സംഭവം ഇനി മുന്നോട്ട് പോകുമ്പം കുറഞ്ഞ് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. മൊത്തത്തിലുള്ളൊരു ഐഡിയ വെച്ച് എല്ലാവർക്കും കിട്ടുന്നതും അങ്ങനെയാണ്. കാരണം ഇത്രയും പേരെ ഇപ്പം ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ അടുത്ത ഇടയ്ക്കൊന്നും 6000 പേരെ ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല, ഏത് ഇതിലാണെങ്കിലും. അപ്പോൾ 6000 പേരെ വിളിച്ചു എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഇത്രയും പേരുടെ PR-ൻ്റെ പരിപാടികളിൽ ഒരു അനക്കം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, അപ്പം കുറേ പേര് ഒരു 500 റേഞ്ചിൽ പോയിൻ്റ് ഉള്ളവരുണ്ട്, സ്കോർ ഉള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വലിയ താമസിക്കാതെ ഇതിലേക്ക് എത്താൻ കഴിയും. അതുപോലെ സ്കോർ കുറഞ്ഞു വരുന്നതും പ്രതീക്ഷിക്കുന്നു.
പിന്നെ അല്ലാതെ തന്നെ ഇപ്പോൾ എൻ്റെ കൂട്ടുകാരാണെങ്കിൽ പോലും ഈ സ്കോർ അടുത്തടുപ്പിച്ച് ആയവരുണ്ടാവും. അപ്പോൾ അവരെല്ലാം 1 ഇയർ എക്സ്പീരിയൻസ്, ശരി 1 ഇയർ എക്സ്പീരിയൻസ്, അത് പിന്നെ 2 ഇയർ ആക്കുക, അത്രയും വേറെ ഇപ്പം മൊത്തത്തിൽ നമുക്ക് പോയിന്റ് കൂട്ടാൻ ചെയ്യാൻ പറ്റും. അതേ സമയം ബാക്കി ഉള്ള ഒരു സ്കീമിൽ പറ്റുന്നത് എങ്ങനെയാലും ഐൽസ് അല്ലെങ്കിൽ സെൽഫിൻ്റെ സ്കോർ കൂട്ടുക. അപ്പം ഇവരെല്ലാം വീണ്ടും എക്സാം എഴുതുന്നുണ്ട്. മാക്സിമം പ്രിപ്പയർ ചെയ്ത് ആ പരിപാടി തന്നെ എല്ലാവരും ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ്, ചെറിയൊരു അപ്ഡേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ സ്കോർ താന്നു വന്നിട്ടുണ്ട്. അതും എക്സ്പീരിയൻസ് ക്ലാസ്സിലാണ് കോൾ വന്നേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കാനഡയിലുള്ളവർ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ, ഞാൻ പോലും പല കാര്യങ്ങളും മിസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധനമൊക്കെ നമുക്കൊക്കെ എപ്പോഴും ചെറിയ മടിയും അല്ലെങ്കിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ചെയ്യേണ്ട എല്ലാ കാര്യവും കൃത്യസമയത്ത് വെസ്സിനടക്കം ഇപ്പോൾ വെച്ചാൽ ഒരു 2 മാസം ഏറ്റവും കുറവെടുക്കും MJ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ. എനിക്കറിയില്ല, ഡിപ്പെൻസ് ആണ്, ഓരോരുത്തർക്കും കയറിയും കുറഞ്ഞൊക്കെ ആയിരിക്കും. ചിലത് 1 മാസം കൊണ്ടൊക്കെ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ആ പ്രോസസ്സ് നടക്കുന്ന പോലെയൊക്കെ ഇരിക്കും. പക്ഷേ മൊത്തം ഓൺലൈനിലൊക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് പണ്ടൊക്കെ അത് ഓഫ്ലൈൻ ആയിരുന്നു. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ചേട്ടൻ്റെ വെസ്റ്റ് ചെയ്ത സമയത്ത് ഞാനപ്പോൾ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണ് യൂണിവേഴ്സിറ്റി പോയി സെം വൈസ് സർട്ടിഫിക്കറ്റും പരിപാടികളും എല്ലാം കൊടുത്ത് എല്ലാം റെഡിയാക്കിയത്. ഒരു 2-3 തവണ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ പ്രശ്നമില്ല. സമ്മർ ആയതുകൊണ്ട് ഇങ്ങനത്തെ കാഴ്ചകൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇത്തരം വിശേഷങ്ങൾ. പിന്നെ എല്ലാവരും ഇപ്പോൾ സ്കോറിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഉടനടി ചെയ്യുക. നമുക്ക് എന്തായാലും നല്ല വാർത്തകളാണ് ഓരോ ദിവസം കഴിയുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം കറൻ്റ്ലി. അപ്പം അതിനുവേണ്ടി നന്നായിട്ട് വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ വണ്ടികളുടെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പം ബെൻസിൻ്റെ ക്ലാസിൻ്റെ E300ൻ്റെ ഒരു വീഡിയോ ഉറപ്പായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ടോമാണ്, നമ്മുടെ കൂടെയുള്ള ജോഡിയുടെ അനിയൻ. ഓക്കെ, അപ്പോൾ ടോമിന് ഒരു C ക്ലാസ് ഉണ്ട്, C300. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഒരേ സമയത്താണ് ഇപ്പം ഈ ഒരു ബെൻസിലേക്ക് മാറിയത്. അപ്പോൾ രണ്ടിൻ്റെയും ഒരു ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ടാവും. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഒരു നമ്മൾ ബെൻസ് എന്ന് പറയുമ്പം ആദ്യം നമ്മുടെ ഒരു കണ്ണിലേക്ക് വരുന്ന ആ ഒരു ലുക്കുള്ള വണ്ടികളും ആ ഒരു എഞ്ചിനിൽ 3 ലിറ്റർ 6 സിലിണ്ടറിൽ ഇറങ്ങിയ എഞ്ചിനിലൊക്കെ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫുൾ വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു അടുത്ത വീഡിയോ വരുന്നുണ്ട്. അടുത്ത ആഴ്ച നമുക്കൊരു കാർ മീറ്റ് ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ വർഷം നടന്നതുപോലെ തന്നെ ഇത്തവണ നമ്മുടെ മല്ലൂഗൂസൊക്കെ ചേർന്ന് നടത്തുന്ന മല്ലൂഗൂസൊക്കെ ചേർന്ന് നടത്തുന്ന ഒരു കാർ മീറ്റ് നമുക്കുണ്ട്. ഇച്ചിരി അടിപൊളിയാണ്. മലയാളികളുടെ വമ്പം വണ്ടികൾ ഇറങ്ങുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. മറ്റൊരു അടിപൊളി എപ്പിസോഡിൽ വീണ്ടും കാണാം.